എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും കേരളത്തിൽ പ്രാഞ്ചിയേട്ടന്മാരുടെ സംഖ്യ കൂടി വരികയാണ്. അതിന് പല കാരണങ്ങളുമുണ്ട്. ഇവരെ പ്രൊമോട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സോഷ്യൽ മീഡിയയും ചാനലുകാരും പത്രങ്ങളുമൊക്കെയാണ്. കാരണം അവർക്ക് അവരുടെ പ്രസ്ഥാനം നിലനിർത്തണമെങ്കിൽ പരസ്യം വേണം. പരസ്യം മാത്രം പോരാ, നല്ല രീതിയിലുള്ള ചാർജസും കിട്ടണം. അപ്പോൾ ഈ ഓരോ സോഷ്യൽ മീഡിയ ആൾക്കാരും അവരുടെ ഒരു പാക്കേജുണ്ട്. അവർക്ക് തന്നെ നല്ല കോസ്റ്റ്യൂമറൊക്കെ അവരോടൊപ്പം ഉണ്ടാകും. ദെൻ മേക്കപ്പ് മാനൊക്കെ ഉണ്ടാകും. ഇവർ പതുക്കെ ചെയ്യുന്ന കാര്യം എന്താണ്, ഏതെങ്കിലും ഒരാൾ അയാളെ പ്രാഞ്ചിയേട്ടനാക്കണമെങ്കിൽ ഇവർ തന്നെ ആക്കിക്കോളും. അതായത് സായിപ്പിൻ്റെ കോട്ടും ടൈയും ഈ ശരീരത്തിന് യോജിക്കാത്ത കളറൊക്കെ വെച്ച് പിടിപ്പിച്ച് പൗഡറും അടിച്ചിട്ട് ഒരു പുതിയ കാർ എടുത്തെങ്കിൽ അതിൻ്റെ മുന്നിൽ നിർത്തി ക്യാമറ ചലിപ്പിച്ച് പലതും കാട്ടിക്കൂട്ടി അത് പത്രത്തിലും സോഷ്യൽ മീഡിയയിലൊക്കെ കൊടുത്ത് ഇങ്ങനെ ആഷ്പുഷായി ഒക്കെ കാണിക്കും. ഒപ്പം ഇതിനോടൊപ്പം നല്ലൊരു ഓഫീസും കുറച്ചും സുന്ദരന്മാരും സുന്ദരികളുമുള്ള കുറച്ച് നല്ല കുട്ടികളെ ഓഫീസ് സ്റ്റാഫാക്കി, അതിൽ കൂടുതലും നല്ല MBBS പഠിച്ച പിള്ളേർ കാണും. അവരൊക്കെ വെച്ച് ആരെയും ബിസിനസ്സിൽ ആകർഷിച്ച് അതിൻ്റെ പാർട്ടിസിപ്പൻ്റായിട്ട് അവർ മാറ്റിയെടുക്കും. അവരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കും. ഇത് ഏറ്റവും പെട്ടെന്ന് വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യുന്ന ചില തരികിടകൾ ആണ്. ഇതിൽ പലരും നല്ല രീതിയിൽ ഹൈടെക്കിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ തകർന്നു പോണതും കാണാം. അത് സർവ്വസാധാരണമാണ്. കാരണം നല്ല രീതിയിൽ അധ്വാനിച്ച് ആദ്യം സൈക്കിളിലും പിന്നെ 2 വീലറിലും മറ്റുമൊക്കെ കഷ്ടപ്പെട്ട് തങ്ങളുടെ പ്രോഡക്റ്റുകൾ ഓരോ കടകളിലും കയറി ഇറങ്ങി അതിനെ മാർക്കറ്റ് ചെയ്ത് മുകളിലോട്ടെത്തിയ പല ആൾക്കാരും ഇന്ന് കേരളത്തിലുണ്ട്. ഞാൻ ആരുടെയും പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് അത്ര അഭികാമ്യമല്ല ഈ സന്ദർഭത്തിൽ. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. ബട്ട് നല്ല രീതിയിൽ ഇന്നലകളെ ഓർത്തു, ഇന്നലെ വന്ന വഴികളെ ഓർത്ത് ആര് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്നോ അവർ ലക്ഷ്യത്തിൽ മുന്നേറിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്, പല വ്യക്തികളും. എന്നാൽ ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയുടെ പ്രസരിപ്പ് കാരണം ഒരാൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഐഡിയാസ് ഉണ്ടെങ്കിൽ അതിനെങ്ങനെ ബൂസ്റ്റിങ് ചെയ്യാം, അതേത് രീതിയിലും ആകാം, അതിൽ പല തരികിടകളും ഉപയോഗിച്ച് അവരെ പ്രൊമോട്ട് ഏറ്റവും ഹൈക്കിൽ കയറ്റി അവരാകാശത്തെത്തിപ്പിക്കും. ഈ പറഞ്ഞത് കേട്ട് അതിൻ്റെ വരും വരായികൾ ആലോചിക്കാതെ എല്ലാത്തിനും അവർ യേസ് പറയും. അവസാനം ഇവരുടെയൊക്കെ അന്ത്യം വളരെ ശോചനീയമായിട്ടാണ് അവസാനിക്കുന്നത്. പിന്നെ ഈ കൂട്ടർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ചില കള്ളപ്പണമുള്ള രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയക്കാർക്ക് ഇവരുടെ ഈ തുക എവിടെയെങ്കിലും നിക്ഷേപിക്കണം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്രാഞ്ചിയേട്ടന്മാർ കുറച്ച് ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവർ സമീപിക്കും. അവരെല്ലാ സപ്പോർട്ടും ചെയ്യും. രാഷ്ട്രീയമായും ഏത് തരത്തിലും എന്ത് പ്രൊമോഷനും ഒക്കെയായി ഈ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ആൾക്കാർ ഈ പ്രാഞ്ചിയേട്ടന്മാരെ സമീപിക്കും. അവർക്ക് ഇതൊരു ചാൻസാണ്. കാരണം രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അവർക്ക് എന്തും ചെയ്യാം. കാരണം ചിലപ്പോൾ ഒരു ഭരണപക്ഷത്തിരിക്കുകയായിരിക്കാം, ഏതെങ്കിലും പക്ഷത്തിൽ. അപ്പോൾ ഇവരാർക്കും
തോൽപ്പിക്കാൻ പറ്റില്ല, കാരണം ഫുൾ സപ്പോർട്ടാണ്. എന്നാൽ ഒരിക്കൽ ഇവർക്ക് ഒരു അപാകത വന്നാൽ കൂട്ടിനാരും കാണില്ല. ഒന്നുകിൽ അയാൾ ജയിലിൽ പോവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകും. സോ ദയവ് ചെയ്ത് ചില പ്രാഞ്ചിയേട്ടന്മാരോട് പറയുകയാണ്, അധ്വാനിച്ച് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കുറച്ച് സമയമെടുക്കും. ഒരു പക്ഷേ നിങ്ങളുടെ ജനറേഷന് സാധിച്ചില്ലെങ്കിലും നിങ്ങളുടെ അടുത്ത ജനറേഷന് നിങ്ങളുടെ എത്തിക്സും നിങ്ങളിടുന്ന പ്ലാനും കറക്റ്റാണെങ്കിൽ അതിൽ അവർക്ക് സക്സസ് ആകാൻ പറ്റും. നമ്മൾ ഇന്ത്യയിലല്ല, ലോകത്തിൽ എവിടെയുള്ള ആൾക്കാരും അങ്ങനെ കഷ്ടപ്പെട്ട് ഡെവലപ്പ് ചെയ്ത് വന്ന ആ വ്യക്തികളാണ് ഇന്നും അവർ മരിച്ചിട്ടും വർഷങ്ങൾ കഴിച്ചിട്ടും കഴിഞ്ഞിട്ടും അവരുടെ പേരിലുള്ള സ്ഥാപനങ്ങൾ അനുദിനം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു ബിസിനസ്സുകാരൻ ചെയ്യേണ്ടത്, ഒരു ധാർമ്മികത അതാണ്. അതല്ലാതെ പാവം പിടിച്ച ജോലിക്കാരെ പണിക്കിരുത്തി അവന് കാശും കൊടുക്കാതെ അവനെ സ്വാധീനം ഉപയോഗിച്ച് അവൻ ശമ്പളം കേൾക്കാൻ വന്നാൽ അവനെ തല്ലി ഓടിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കി പ്രാഞ്ചിയേട്ടം വേഷം കെട്ടി നടക്കുന്ന പല ആൾക്കാരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. വലിയ ആഷ്പൂഷ് പരിപാടിയായിട്ടൊക്കെയാണ് നടക്കുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്ക്ലോസ് ദെയർ നെയിംസ്. പ്രൂഫ് സഹിതം എനിക്കറിയാം. അവരൊന്നും സമാധാനമായിട്ടൊന്നും അവരുടെ ഫേസ്, അവർ ചിരിച്ച മുഖം കാണാൻ പറ്റിയില്ല. അവരുടെയൊക്കെ ഫോട്ടോ കാണുമ്പോൾ ഒരു പ്ലസൻറ്റ് ആയിട്ടുള്ള ഒരിത് ആ ഫേസിലില്ല. കാരണം ആത്മാർത്ഥതയോടെ നിൽക്കുന്നവരല്ല. അവർക്ക് ഓരോ സമയം 4 വശം വീശി എപ്പോഴാണ് അവർക്ക് പണി കിട്ടുമെന്ന് അറിയാൻ പറ്റില്ല. കുറച്ച് രാഷ്ട്രീയക്കാരോ മറ്റു പിൻബലോ അതൊക്കെ വെച്ചിട്ട് അവർ ഈ പിടിച്ച് നിൽക്കുന്നത്. ഇതൊക്കെ ഒരൊറ്റ ജസ്റ്റ് ഒരു മഴയ്ക്ക് വന്ന് പോകണം ഈ കളിമൺ പോലെ ആയിപ്പോവും. അതേത് സമയത്തും അത് സംഭവിക്കാം. പല അനുഭവങ്ങളും ഉണ്ട്. സോ പ്രാഞ്ചിയേട്ടന്മാരോട് ഒരിക്കൽ കൂടി പറഞ്ഞു, നിങ്ങൾ കാട്ടിക്കൂടുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ട് അതിനെ കറക്റ്റ് ചെയ്ത് മനസാക്ഷിയോടെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. അതേ ഗുണത്തിൽ പറ്റൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ അന്ത്യം വളരെ ശോചനീയമായിരിക്കും. ആർക്കെങ്കിലും ഞാൻ ഒരാളെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുകയല്ല, അതിൻ്റെ ആവശ്യമില്ല. ഞാനും ഏതാണ്ട് 48 വർഷത്തിന് മുമ്പ് ഞാൻ ഉപയോഗിക്കേണ്ട കാര്യം UK നിന്ന് ഇവിടെ നിന്ന് കൊണ്ടുവന്നു. അന്ന് ഞങ്ങൾക്കൊന്നും ഈ പ്രാഞ്ചിയേട്ട സ്വഭാവം ഞങ്ങൾക്ക് അറിയില്ല എന്താണെന്ന്. പ്രാഞ്ചിയേട്ടം ഈ ഇടയ്ക്ക് ആണ് ഈ പ്രാഞ്ചിയേട്ടന്മാരുടെ വരവ് തുടങ്ങിയതും. ഈ സോഷ്യൽ മീഡിയ എത്ര കണ്ട് ശക്തി അറിയോ അത്രയും പ്രാഞ്ചിയേട്ടന്മാരുടെ എണ്ണം ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. സുഹൃത്തുക്കളെ, എല്ലാവരോടും ഒന്ന് പറയുന്നു, നിങ്ങൾ ഏതെങ്കിലും പ്രാഞ്ചിയേട്ടന്മാരുടെ കുടുക്കിൽ പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ശരിക്കും അവരുടെ ബേസും അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസും ഒക്കെ വെച്ച് നോക്കി എന്തെങ്കിലും അവരായി തീർന്ന് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റോ എന്തെങ്കിലും നടത്തുക. ഇല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാകുന്ന ക്യാഷിന് അഡ്രസ്സ് കാണില്ല, അതിൻ്റെ മൂല്യം കാണില്ല. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിച്ചാലും കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.